അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം 2025 നന്മകൾ വന്നു ചേരുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അത്തം നക്ഷത്രക്കാർക്ക് അശ്വതി, ഭരണി, കാർത്തിക, ചോതി, അനിഴം ഇവ പ്രതികൂല നക്ഷത്രങ്ങളാണ്. നിങ്ങൾക്ക് ഈ പ്രതികൂല നക്ഷത്രക്കാരുമായിട്ടുള്ള ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. രാഹുർ ദശാകാലം, ശനി ദശാകാലം, കേതുർ ദശാകാലം നിങ്ങൾക്ക് മോശമായിരിക്കും. അതുപോലെ തന്നെ അത്തം, തിരുവോണം, രോഹിണി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനമോ മറ്റ് പൂജാതി കർമ്മങ്ങളോ ക്ഷേത്ര ദർശനത്തിൽ പോയിട്ട് ഏതെങ്കിലും വഴിപാടുകളൊക്കെ നടത്തുന്നത് ഉത്തമമായിരിക്കും. ദുർഗാദേവിയെ ഭജിക്കുന്നതും പൂജിക്കുന്നതും ദുർഗാ സ്തോത്രങ്ങൾ ജപിക്കുന്നതുമൊക്കെ നന്നായിരിക്കും. ചന്ദ്രന് ജാതകത്തിൽ ബലമില്ലാത്ത ആളുകളാണെങ്കിൽ ഭദ്രകാളിയാണ് ഭജിക്കേണ്ടത്. ചന്ദ്രന് ബലമില്ലാന്ന് കാണുകയാണെങ്കിൽ ഭദ്രകാളി ഭജനം നിരന്തരമായിട്ട് ചെയ്യുക, ഭദ്രകാളി യന്ത്രങ്ങൾ ധരിക്കുക, നിരന്തരമായിട്ട് ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക. എല്ലാ ദിവസവും ഭദ്രകാളി അഷ്ടോത്തരം നാമം ജപം വളരെ ഉത്തമമാണ്. ഈ നക്ഷത്രക്കാർക്ക് വളരെ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വളരെ വ്രതമെടുക്കുന്നത് വളരെയേറെ വിശേഷപ്രദമാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, ഭാഗവത പാരായണമൊക്കെ കേൾക്കുന്നതോ അത് ചെയ്യുന്നതോ ഒക്കെ നന്നായിരിക്കും. നക്ഷത്ര ദേവത സൂര്യനാണ് അത്തം നക്ഷത്രക്കാരുടെ. ഓം സവിത്രേ നമ എന്ന മന്ത്രം 1008 ഉരു എല്ലാ ദിവസവും ജപിക്കുന്നത് അത്തം നക്ഷത്രക്കാർക്ക് 2025 കൂടുതൽ ഗുണങ്ങൾ നൽകുന്നതാണ്.